എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കശുവണ്ടിയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പരിപ്പെടുക്കാമെന്ന് ഉള്ളതാണ്. കാരണം ഞാനിന്നലെ പായസം വെക്കാൻ നോക്കുമ്പോൾ അണ്ടിപ്പരിപ്പില്ല. ഞങ്ങളെപ്പോഴും കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. കടയിൽ ചെന്നപ്പോൾ അണ്ടിപ്പരിപ്പ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെയുള്ള അണ്ടിപ്പരിപ്പ് പറമ്പിൽ പോയി എടുത്തുകൊണ്ട് വന്ന് അതിന് ഒരു പഴയ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു പഴയ ചട്ടിയാണ്. നല്ലതൊന്നും വെക്കരുത്, പിന്നെ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് പഴയ ആവശ്യമില്ലാത്തൊരു ചട്ടി വെച്ച് ഒരു അലുമിനിയം ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് അണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദൂരെ നിന്നിട്ടാണ് നമ്മൾ ഇളക്കാവൂ, ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വലിയൊരു കമ്പെടുത്ത് ദൂരെ നിന്ന് ഇളക്കുന്നത്. ഇത് ഇപ്പോൾ കടയൊന്നും തുറക്കാത്ത സമയമായപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. ഞങ്ങളെപ്പോഴും കടയിൽ നിന്ന് മേടിക്കാറാണ്. കടയിൽ പോയപ്പോൾ അണ്ടിപ്പരിപ്പ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയതാണിത്. അന്നേരം എനിക്ക് തോന്നി എന്നാലൊന്ന് വീഡിയോ എടുത്താലോ. ഇപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഓരോന്നും വെച്ചല്ലേ ചെയ്യാൻ പറ്റൂ. പുറത്തൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ അണ്ടിപ്പരിപ്പ് എടുക്കാമെന്ന് തോന്നി. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക. ഇത് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് അതിലേക്ക് തീ വെച്ച് കൊടുക്കുക. നല്ല പുക വരും അണ്ടീൻ്റെ അകത്ത്. അന്നേരം നമുക്ക് ഒന്ന് തീ കത്തിച്ചങ്ങ് വെച്ച് കൊടുക്കാം. അത് തീ ഫുള്ളും പാളിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് പാളിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെള്ളം കുടഞ്ഞ് ഓഫാക്കുകയാണ് ചെയ്തത്. ഫുള്ളും പാളിക്കഴിയുന്നതിനെ പിന്നെ കരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ളും പാളിക്കഴിയാൻ കാക്കാണ്ട് ഓഫാക്കുന്നത്. ഇതിലുള്ള ഒരു എണ്ണ ഉരുകി വരും. അത് ഫുള്ളും പാളുന്നതിൻ്റെ മുമ്പേ ഓഫാക്കി കളയണം. കുറച്ചും കൂടി ഉണ്ട്. ഇതിപ്പോൾ അതിങ്ങനെ പാളിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്ത് അത് ഞാൻ മുറ്റത്ത് കൊണ്ടുപോയി വെള്ളം കുടഞ്ഞ് മുറ്റത്ത് കൊണ്ടുപോയി അങ്ങനെ കൈ കൊണ്ടൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കുടഞ്ഞ് കെടുത്തിയത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉള്ളു കരിഞ്ഞിട്ടുണ്ടാവും. ഇത് രണ്ടാമതുമുള്ളത് ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ 2-3 പ്രാവശ്യം പാത്രത്തിലിട്ട് ഇങ്ങനെ ആക്കി എടുത്തതാണ്. ഒറ്റ പ്രാവശ്യം കൊണ്ടിടാനുള്ള പാത്രം പഴയതൊന്നുമില്ല. വലിയ പാത്രത്തിലിടുന്നതാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഇത് ചെറിയ പാത്രമായതുകൊണ്ട് ഞാനൊരു 3-4 പ്രാവശ്യം വറുത്തെടുത്തതാണ്. ഇത് ഫുള്ളും കത്തിക്കഴിഞ്ഞാൽ കരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. എന്നാൽ നമുക്ക് അവരെടുക്കും പോലെ മിഷ്യൻ വന്നെടുക്കുന്നില്ല. അവർ അത്ര കളറിൽ കിട്ടില്ല. ഇനി നമുക്കിത് തൊണ്ട് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ മേലെ തൊലി കളഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോന്നും എടുത്ത് നമുക്കിടാം. ഇത് കുറച്ച് സമയം എടുക്കേണ്ടി വരും. നമ്മളെ വീട്ടിൽ തന്നെയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എല്ലാത്തിനും കുറച്ച് സമയം പിടിക്കും. കടയിൽ പോയി മേടിക്കുന്നതേ പെട്ടെന്ന് കിട്ടും. ഇത് വെളിച്ചെണ്ണയിൽ ഇടണമെന്നില്ല. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കോരി ഇറക്കി വെക്കുമ്പോൾ ഒന്നങ്ങ് വെളിച്ചെണ്ണയിലിട്ടാൽ മതി വേണമെങ്കിൽ. മിഷ്യൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന അത്ര കളറിൽ കിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അടുപ്പിലിട്ട് ചുടുമ്പോൾ 1-2 ഒക്കെ അല്ലേ ചുട്ടെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഇത് തൊലി കളഞ്ഞ് ഫുള്ളും എടുക്കണം. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറം തൊലി കളഞ്ഞിടണം. അത്ര കളറ് കിട്ടില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും കുറച്ചൊക്കെ നല്ല കളറുള്ളതുണ്ട്. നമുക്ക് കാണാൻ പറ്റും. അത് മിഷ്യനകത്തുനിന്നുണ്ടാക്കി അത്ര കളറില്ലെങ്കിലും കുറച്ചൊക്കെ നല്ല കളറുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും. വരെ സന്തോഷമായിട്ടിരിക്കുക. ബൈ.